ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ബൈനറി ട്രീയുടെ ട്രാൻസ്വേഴ്സിങ് എങ്ങനെ കാണാമെന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്വേഴ്സിങ് എന്താണെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുക, ഒരു നോഡിൽ നിന്ന് നമ്മുടെ മാക്സിമം എല്ലാ നോഡും കവർ ചെയ്യുന്ന രീതിയിൽ ട്രാവൽ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് 3 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പം എന്താണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത്? A binary tree transversal means visiting all the nodes of a tree in a specific order. ഒരു ഓർഡർ വെച്ചിട്ട് എന്ത് ചെയ്യുക, എല്ലാ നോഡ്സിനും നമ്മൾ കവർ ചെയ്യണം. ഒരു ട്രീനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ഓരോ ടോപ്പിക്കിലും നമ്മൾ പറഞ്ഞു. കാണാത്തവരാണെങ്കിൽ അത് പോയി കാണട്ടോ, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ട്രീ എന്താണ്, നോട്ട്സ് എന്താണ്, അപ്പോൾ ഓരോ ട്രീയുടെ ചൈൽഡിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഓർഡറിൽ എന്താണ് എല്ലാ നോട്ട്സിനെയും, ഒരു ട്രീയിലുള്ള എല്ലാ നോട്ട്സിനെയും കവർ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അതായത് ട്രാവൽ ചെയ്യുക, അങ്ങനെ ഒരു പോയിന്റിൽ ഓർത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ 3 മെത്തേഡ് എന്ന് പറഞ്ഞു: ഇൻ ഓർഡർ, പ്രീ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. ഓക്കെ, അപ്പോൾ ഇൻ ഓർഡറിന് നമ്മൾ എടുക്കുന്നതാണ് എന്ത്, ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. ആ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ നോഡ്സിനെ കവർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഓർഡേഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് തെറ്റിപ്പോരുത് കേട്ടോ. അപ്പോൾ അതിനൊരു ട്രിക്ക് പറയട്ടെ. നമ്മൾ എപ്പോഴും റൂട്ട് നോഡ് വെച്ചിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലേ. അപ്പോൾ ഇൻ ഓർഡർ എന്ന് പറയുമ്പോൾ ഇൻ ഓർഡറിൽ റൂട്ട് എവിടെയാണ്, സെൻറ്ററിലാണ്. ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് അല്ലേ. അങ്ങനെ നമ്മളെപ്പോഴും ലെഫ്റ്റ് ആണല്ലോ എടുക്കാറ്. ഒരു ലെഫ്റ്റ് ചൈൽഡിനെയൊക്കെയാണല്ലോ നമ്മൾ ബൈനറി ബാലൻസ്ഡ് ബൈനറിയിൽ നമ്മൾ അതാണല്ലോ കൺസിഡർ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് ആദ്യം, റൂട്ട് ഇൻ ഓർഡറിലാണ്. അപ്പോൾ റൂട്ട് എന്താണ്, ഇൻ ആണ്. ഓക്കെ, റൂട്ട്, ദെൻ റൈറ്റ്. ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം കേട്ടോ, അപ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി എന്താ, പ്രീ ഓർഡർ. പ്രീ ഓർഡറിൽ അപ്പോൾ റൂട്ട് എന്താണ്, റൂട്ട് പ്രീ എന്ന് പറയുമ്പോൾ തുടക്കത്തിലല്ലേ. അപ്പോൾ റൂട്ട് തുടക്കത്തിൽ തന്നെ, റൂട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി പോസ്റ്റ് ഓർഡർ. പോസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പം എന്താണ്, ശേഷം എന്നാണ് നമ്മൾ പോസ്റ്റ് എന്നുള്ളത് പറയാം അല്ലേ. അപ്പോൾ ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് ലാസ്റ്റ് റൂട്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഓർഡർ നിങ്ങളൊന്ന് ആദ്യം കാണാം കേട്ടോ. ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് റൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഇന്നാണെങ്കിൽ എന്താണ്, റൂട്ട് സെൻറ്ററിൽ. പ്രീ എന്ന് പറയുമ്പം റൂട്ട് ഫസ്റ്റ് ആൻഡ് പോസ്റ്റ് എന്ന് പറയുമ്പം റൂട്ട് ലാസ്റ്റ് ആയിട്ട് വരും അല്ലേ. പിന്നെയുള്ള 2 ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ്, ദെൻ റൈറ്റ്. റൂട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ മനസ്സിലായി കിട്ടും. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ ഓർഡർ ട്രാൻസ്വേഴ്സലിൽ എങ്ങനെയാണ്, ആദ്യം നമ്മൾ ലെഫ്റ്റ് സബ് ട്രീയിലേക്ക് വിസിറ്റ് ചെയ്യും. ദെൻ എവിടെ പോകും, റൂട്ട് നോഡിലേക്ക് പോകും. ആൻഡ് ഫൈനലി ദ റൈറ്റ് സബ് ട്രീ. ഓക്കെ, ഇൻ ഓർഡർ എന്ന് പറയുമ്പോൾ റൂട്ട് എവിടെയാണ്, മിഡിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാരൻ നോഡ് ഉണ്ട്, ഒരു റൂട്ട് നോഡ് ഉണ്ട്. അതിന് എന്തുണ്ട്, 2 ചൈൽഡ് ഉണ്ട്, 2 ആൻഡ് 3. ആൻഡ് 2ന് വീണ്ടും 2 ചൈൽഡ് ഉണ്ട്, 4 ആൻഡ് 5. 3ക്ക് 4ന് 5ന് എന്തില്ല, ചൈൽഡ്സ് ഇല്ല. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻ ഓർഡർ എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ നോക്കാം. അപ്പോൾ ഇൻ ഓർഡറിൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ്, റൂട്ട് ആൻഡ് റൈറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിന്ന് 1 നിന്ന് തുടങ്ങുന്നു, അതായത് റൂട്ട് നോഡിൽ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് എന്താണ്, 1ൻ്റെ ലെഫ്റ്റ് 2 ആണ്. 2വിന് ലെഫ്റ്റ് ഉണ്ടോ, ഉണ്ട്. 2വിന് ലെഫ്റ്റ് 4 ഉണ്ട്. 4ന് ലെഫ്റ്റ് ഉണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റ് എന്നുള്ള ഓർഡറിൽ നമ്മൾ എന്താണ്, എവിടെയാണ് വിസിറ്റ് ചെയ്യേണ്ടത്, 4ലാണ് നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 4ൽ വിസിറ്റ് ചെയ്തു. ദെൻ 4ന് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ പാരൻ നോഡിലേക്ക് എത്തും. അതിൻ്റെ പാരൻ നോഡ് ആരാണ്, 2 ആണ് അല്ലേ. 2വിൻ്റെ ലെഫ്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് എന്നാണല്ലോ. അപ്പോൾ ലെഫ്റ്റ് എഴുതി കഴിഞ്ഞു, 4 എഴുതി കഴിഞ്ഞു. ഇനി 2വിൻ്റെ റൂട്ട് നോഡ് ആരാണ്, 2 തന്നെയാണ്. അപ്പം 4 കഴിഞ്ഞാൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്, 2വിലാണ് വിസിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് എന്നുള്ള ഓർഡറിൽ 2വിൻ്റെ എന്ത് ചെയ്തു, ലെഫ്റ്റ് എഴുതി, റൂട്ട് എഴുതി. ദെൻ 2വിൻ്റെ റൈറ്റ് എന്താണ്, 5 ആണ്. ഓക്കെ, അപ്പം 2 കഴിഞ്ഞാൽ 5 ആ ഒരു ഓർഡറിൽ. ദെൻ നമ്മൾ 5നും ലെഫ്റ്റോ റൈറ്റോ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ പാരൻ നോഡിലെത്തി, 2വിലെത്തി. അപ്പോൾ 2ൻ്റെയും എല്ലാ കേസും ഓക്കെ ആയോ, ലെഫ്റ്റ് എഴുതി, റൂട്ട് എഴുതി, റൈറ്റ് എഴുതി. അപ്പം 2ൻ്റെയും കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തി, 2വിൻ്റെ പാരൻ നോഡായിട്ടുള്ള 1ലെത്തണം. ഈ 1ന് ലെഫ്റ്റ് എഴുതിയോ, നമ്മൾ ലെഫ്റ്റ് എഴുതി. അപ്പോൾ നമ്മൾ അടുത്ത് എന്ത് എഴുതണം, റൂട്ട് എഴുതണം. 1ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, 1 തന്നെയാണ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് എന്ത് എഴുതണം, റൂട്ട് കഴിഞ്ഞാൽ റൈറ്റ്. അപ്പോൾ റൈറ്റ് എന്നുള്ള 1ൻ്റെ റൈറ്റിൽ എന്താണ്, 3 ആണ്. അപ്പം ഈ ഒരു ഔട്ട്പുട്ട് എന്ത് കിട്ടി നമുക്ക്, 4 2 5 1 3 എന്നുള്ളത് കിട്ടി. ഇത് ക്ലിയർ ആണല്ലോ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി മനസ്സിലായാൽ ഓക്കെയാണ് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾക്ക് ആ ലെഫ്റ്റിൻ്റെ കാര്യത്തിൽ ക്ലിയർ ആവണം. അതായത് 1ൻ്റെ ലെഫ്റ്റ് 2 ആണ്, 2വിൻ്റെ ലെഫ്റ്റ് 4 ആണ്. 4 എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്, 4ന് പിന്നെ ഇതുണ്ടോ,
ലെഫ്റ്റ് നോഡോ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ 4 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിനില്ലെങ്കിൽ എവിടെ എത്തണം, പാരൻറ്റ് നോഡിലെത്തണം. അങ്ങനെ വേണം ആ ഒരു ഓർഡർ നോക്കാൻ. ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് ആ ഒരു ഓർഡറിൽ വേണം നോക്കാൻ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇനി ഇതേ മെത്തേഡ്സ് തന്നെയാണ് എല്ലാത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇത് തറവായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു 3 മെത്തേഡും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. ഇനി എന്താണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. ഓക്കെ, പ്രീ ഓർഡറിൽ നമ്മൾ എവിടെയാണ് ആദ്യം വിസിറ്റ് ചെയ്യുന്നത്? പ്രീ ആണ് തുടക്കം, ഫസ്റ്റ് അല്ലേ. അപ്പോൾ റൂട്ട് എവിടെയാണ്? ഫസ്റ്റ് റൂട്ട്, ദെൻ നമ്മൾ എവിടെ എത്തും? ലെഫ്റ്റ് എത്തും, ദെൻ റൈറ്റ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെയിം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്കത് നോക്കാം. ഓക്കെ, അപ്പം 1 എവിടെ എത്തി? 1 നമ്മൾ ഫസ്റ്റ് നോക്കുക അല്ലേ. ഫസ്റ്റ് വിസിറ്റ് 1 നമ്മൾ റൂട്ടിൽ. ഓക്കെ, ദെൻ എന്താണ് ഉള്ളത്? ഈ ഒരു ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ് എന്നാണല്ലോ. അപ്പോൾ 1 തന്നെയാണ് റൂട്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? 1 തന്നെയാണ്. ഓക്കെ, ദെൻ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് ലെഫ്റ്റിലേക്കാണ് അല്ലേ. 1 ലെഫ്റ്റ് ഏതാണ്? 2 ആണോ 3 ആണോ? 1 ലെഫ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ചൈൽഡ് 2 ആണ്. ഓക്കെ, 2വിലെത്തി നമ്മൾ 2വിനും ഈ ഒരു സെയിം മെത്തേഡിനെ നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ് എന്ന് നോക്കണം അല്ലേ. അപ്പം 2വിൻ്റെ റൂട്ട് എന്താണ്? 2വിൻ്റെ റൂട്ട് 2. ഓക്കെ, അപ്പോൾ 1 കഴിഞ്ഞ് നമ്മൾ എവിടെ വിസിറ്റ് ചെയ്യണം? 2വിൽ വിസിറ്റ് ചെയ്യണം. ദെൻ നമ്മൾ 2വിൻ്റെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്. 2വിൻ്റെ റൂട്ട് കഴിഞ്ഞു അല്ലേ. 2വിൻ്റെ റൂട്ട് കഴിഞ്ഞു, 2വിൻ്റെ ലെഫ്റ്റ് എടുക്കുകയാണ്. 2വിൻ്റെ ലെഫ്റ്റ് എടുക്കുന്ന സമയത്ത് 2വിൻ്റെ ലെഫ്റ്റിൽ ആരാണ്? 4 ആണ്. 4നും ഇതേ അപ്ലൈ ചെയ്യണം നമ്മൾ. അതായത് റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ് എന്നുള്ളത്. അപ്പോൾ 4ൻ്റെ റൂട്ട് ആരാണ്? 4. ഓക്കെ, അപ്പോൾ 1 കഴിഞ്ഞു, 2 ആയി. നമ്മൾ 2 കഴിഞ്ഞ് ആരെ വിസിറ്റ് ചെയ്യണം? 4നെ വിസിറ്റ് ചെയ്യണം. ഓക്കെ, 4ന് ലെഫ്റ്റോ റൈറ്റോ ഇല്ല. അപ്പോൾ നമ്മൾ എവിടെ എത്തണം? 4ൻ്റെ പാരൻറ്റ് നോഡായിട്ടുള്ള 2വിൽ തന്നെ തിരിച്ചെത്തി. ഓക്കെ, 2വിൻ്റെ റൂട്ട് എഴുതി, നമ്മൾ ലെഫ്റ്റ് എഴുതി. ഇനി ആരാണ് ബാക്കിയുള്ളത്? റൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 4 കഴിഞ്ഞാൽ പിന്നെ 2വിൻ്റെ റൈറ്റ് ആയിട്ടുള്ള 5നെയാണ് വിസിറ്റ് ചെയ്യുന്നത്. ഇനി 5ന് എന്തില്ല? ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ ഇല്ല. അത് കറക്റ്റ് നമ്മൾ 4 പോയപ്പോൾ തന്നെ പാരൻറ്റ് നോഡിലെത്തി. അപ്പോൾ 2വിൻ്റെയും എല്ലാ കേസും നമ്മൾ ഓക്കെ ആക്കി. അതായത് റൂട്ട് എഴുതി, ലെഫ്റ്റ് എഴുതി, റൈറ്റ് എഴുതി. ഇനി അപ്പോൾ നമ്മൾ നേരെ എവിടെ എത്തണം? 2വിൻ്റെ പാരൻറ്റ് നോഡായിട്ടുള്ള 1 എഴുതണം. 1ൻ്റെ ഏതൊക്കെ കംപ്ലീറ്റ് ആയി? 1ൻ്റെ റൂട്ട് എഴുതി, നമ്മൾ ലെഫ്റ്റ് എഴുതി. ദെൻ എന്തെഴുതണം? 1ൻ്റെ റൈറ്റ് എഴുതണം അല്ലേ. 1ൻ്റെ റൈറ്റിൽ ആരുണ്ട്? 3 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടി? അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 1, 2, 4, 5, 3 എന്ന് കിട്ടി. ഓക്കെ, ഇതേ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റിലും ഇതേ ഓർഡറിലാണ് നമ്മൾ, ഇതേ ഓർഡർ മീൻസ് ഇതേ മെത്തേഡിലാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഓർഡർ എന്താണ്? ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്. പോസ്റ്റാണ്, അപ്പോൾ എന്താണ്? റൂട്ട് ലാസ്റ്റ് അല്ലേ. ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട് ഈ ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. ഈ ഒരു ഓർഡറുകൾ എപ്പോഴും നിങ്ങൾ തറവായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏതൊരു എക്സാമ്പിൾ വെച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് എന്താണ്? ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട് എന്ന മെത്തേഡിലാണ്. അപ്പോൾ 1നെ നമ്മൾ വിസിറ്റ് ചെയ്യണം. അവിടെ എത്തി 1നെ വിസിറ്റ് ചെയ്തു. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് എന്താണ്? 2 ആണ്. 2വിന് ലെഫ്റ്റ് ഉണ്ടോ? ഉണ്ട്. 4 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എവിടെ വിസിറ്റ് ചെയ്യണം? 4ൽ വിസിറ്റ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിൽ ഫസ്റ്റ് എന്താണ്? 4 ആണ്. ഓക്കെ, ദെൻ 4ന് നമുക്ക് എന്തില്ല? ചൈൽഡുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ പാരൻറ്റ് നോഡായിട്ടുള്ള 2വിലെത്തി. 2വിൻ്റെ എന്ത് എഴുതിയിട്ടുണ്ട്? നമ്മൾ ലെഫ്റ്റ് എഴുതിയിട്ടുണ്ട് അല്ലേ. 2വിൻ്റെ ലെഫ്റ്റ് എഴുതിയിട്ടുണ്ട്. ദെൻ 2വിൻ്റെ അടുത്ത് എന്താണ് എഴുതേണ്ടത്? റൈറ്റ് ആണ് എഴുതേണ്ടത്. ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട് അങ്ങനെയാണല്ലോ പോണത്. അപ്പം റൈറ്റ് ആയിട്ടുള്ളത് ആരാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് 4 കഴിഞ്ഞ് ആരെ വിസിറ്റ് ചെയ്യണം? 5നെ വിസിറ്റ് ചെയ്യണം. ഇനി 5ന് ലെഫ്റ്റോ റൈറ്റോ ഇല്ല. അപ്പം 5ൻ്റെ പാരൻറ്റ് നോഡായിട്ടുള്ള 2വിലെത്തി നമ്മൾ. അപ്പോൾ 2വിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് എഴുതി? ലെഫ്റ്റ് എഴുതി, റൈറ്റ് എഴുതി. ഇനി ആരെഴുതണം? റൂട്ട് എഴുതണം. അപ്പോൾ 4, 5, 2 റൂട്ടായിട്ടുള്ള 2 തന്നെ എഴുതി. ഇനി 2വിൻ്റെ എല്ലാം അവൾ അപ്ലൈ ചെയ്തല്ലോ. ലെഫ്റ്റ് എഴുതി, റൈറ്റ് എഴുതി, റൂട്ടിനോട് എഴുതി. ഓക്കെ, ദെൻ നമ്മൾ 2വിൻ്റെ പാരൻറ്റ് നോഡായിട്ടുള്ള 1ലെത്തി. 1ൻ്റെ എന്ത് എഴുതി? ലെഫ്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി റൈറ്റ് എഴുതണം. അപ്പോൾ റൈറ്റിൽ ആരാണ്? 3 ഉണ്ട്. 3 എഴുതുക. 2 കഴിഞ്ഞാൽ 3 അത് കഴിഞ്ഞാൽ ലെഫ്റ്റ്, റൈറ്റ്, റൂട്ടിനോട് എഴുതുള്ളത്. അപ്പോൾ 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? 4, 5, 2, 3, 1. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാവരും ഇതിലേത് ആപ്ലിക്കേഷൻ വന്നാലും നിങ്ങൾക്ക് എഴുതാം. അപ്പം ഈ ഒരു ഓർഡർ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇൻ ഓർഡർ എന്ന് പറയുമ്പം എവിടെയാണ്? റൂട്ട് മിഡിലാണ്. പ്രീ ഓർഡർ എന്ന് പറയുമ്പം റൂട്ട് ഫസ്റ്റാണ്. പോസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പം റൂട്ട് എവിടെ എത്തും? ലാസ്റ്റാണ്. ഈ ഒരു ഓർഡർ മനസ്സിലാക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ ഓരോന്നും നോക്കുക. ആദ്യം റൂട്ടാണ് നോക്കണ്ടെങ്കിൽ റൂട്ട് എഴുതുക, അല്ല റൈറ്റാണ് നോക്കണ്ടെങ്കിൽ റൈറ്റ് എഴുതുക. ആ ഒരു ഓർഡറിൽ നമ്മൾ അങ്ങനെ എഴുതിപ്പോയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട്
ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അതിൻ്റെ വീഡിയോസ് വേണമെന്ന് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.